ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നമുക്കൊരു പംകിൻ പാക്കിനെ കുറിച്ച്, ഫേഷ്യൽ മാസ്ക്, അതായത് ഫേഷ്യൽ മാസ്കിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെന്നാണ് എല്ലാം നമുക്ക് നോക്കാം. എന്തായാലും കൂട്ടുകാരെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഇത് കേട്ട ശേഷം അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറായിക്കോളൂ. എന്താണെന്ന് പറയാം. അതായത് ഒരു 1/4 കപ്പോളം പംകിൻ എടുക്കുക. അതിനുശേഷം അതിലേക്ക് സെലറി 2 ടേബിൾ സ്പൂൺ സെലറി എടുക്കുക. ബാക്കി മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതേസമയം നമുക്ക് വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്കാണെങ്കിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ വീറ്റ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ധാന്യങ്ങൾ 4 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാലുകൂടി മിക്സ് ചെയ്ത് ഇത് ഒരു 2 മിനിറ്റ് വെച്ചിരുന്ന ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ടിപ്സാണ്. രണ്ടാമത് പറയാൻ പോകുന്നത് നോർമൽ അല്ലാത്ത സ്കിൻ, അതായത് വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ ബീച്ച് ഓയിലൂടി ചേർത്ത് കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരേ ഒരു പ്രാവശ്യം അത് അപ്ലൈ ചെയ്യുക. അല്ലാത്തവർക്ക് 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാം. ഇനി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ, ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ യോഗർട്ട് എന്ന് പറഞ്ഞാൽ നല്ല യോഗർട്ട് എടുക്കുക. അതേപോലെ തന്നെ നാരങ്ങയുടെ നീരെടുക്കുക. പിന്നെ ഇനി ഈ പംകിൻ കൂടി ആഡ് ചെയ്ത ശേഷം നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നല്ല റിസൾട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ കണ്ടൻറ്റാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഇത് വാർദ്ധക്യത്തെ ചെറുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റ ബൈ. നാളെ കാണാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ.